കുസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി കൂടെയാണ് ചിക്കൻ മന്തി അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് സൽക്കാരാണെങ്കിലും ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് ഈ ചിക്കൻ മന്തി എന്ന് പറയുന്നത്. പക്ഷേ ഞാനിവിടെ ചിക്കന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് ഈ മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മെഹ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ അരിയാണ്. മന്തി വെക്കാനൊക്കെ ഏറ്റവും നല്ല അരി ഏതാ വെച്ചാൽ അത് എടുക്കുക നല്ലത്. അപ്പോൾ ഇതാ ഈ കപ്പിൽ 2 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കുക. ആദ്യമേ ഇത് കഴുകിയെടുത്തിട്ട് വേണം അത് കുതിർത്താനായിട്ട് വെക്കാൻ. കുതിർത്തിയെടുത്തിട്ട് കഴുകുകയാണെങ്കിൽ അരി ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു മന്തിൻ്റെ റൈസ് ഇങ്ങനെ പൊടിഞ്ഞു പോയാൽ അത് കാണാനൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ടൈമിൽ ഞാനിതാ ഫ്രീസറിൽ നിന്ന് ചിക്കൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അഴുക്കുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ ഓയിൽ, അതോടൊപ്പം ഒരു നാരങ്ങ പിഴിഞ്ഞ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കനിൽ ഇത് തേച്ച് പിടിപ്പിക്കുക. ചിക്കനൊന്ന് വരഞ്ഞെടുക്കണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചിക്കനൊന്ന് സൈഡൊക്കെ ഒന്ന് വരഞ്ഞെടുത്താൽ നല്ലതാണ്. ഇനി ഇത് 1/2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കണം. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പാന് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ അതിന് പകരം ഇതാ ഞാനതൊരു ഓട്ടപാത്രം എൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ചിട്ട് നമുക്ക് ഈ ഓട്ടപാത്രത്തിലേക്ക് ഓരോ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റീമറായാലും മതി. ചുരുങ്ങിയത് 8 മിനിറ്റെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ വേവുന്ന ടൈം കൊണ്ട് നമുക്ക് മന്തിയിലേക്കുള്ളതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. ഞാനിവിടെ ഇതാ ഒരു തക്കാളി പച്ചക്കന്നെ, അതായത് പഴുത്ത തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വേവിക്കുന്നൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി സെയിം പാൻ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെല്ലുള്ളി ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബേ ലീഫ്, പിന്നെ 2 സ്റ്റിക്ക് പട്ട, പിന്നെ ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 6 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക്, അത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ടൊമാറ്റോ പ്യൂരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തക്കാളിയും മല്ലിയില അരച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക്, ഇതിപ്പോൾ 1 കപ്പുണ്ട്, ഏകദേശം 1 കപ്പുണ്ട്, അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. 2 കപ്പിന് 4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ അരി വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം 1 കപ്പിനടുത്ത് ചിക്കൻ സ്റ്റോക്ക് ഉള്ളത് കാരണം 3 കപ്പും കൂടെ വെള്ളം ഒഴിക്കുന്നുള്ളൂ. കാരണം നമ്മളിത് വറ്റിച്ചെടുക്കല്ലേ, അപ്പോൾ പിന്നെ വെള്ളം കൂടുതലായാൽ നമ്മുടെ റൈസ് അങ്ങ് വെന്ത് പോവും. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഇതൊന്ന് തിളക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി എടുത്തിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചോറിന് നല്ല മയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനിത് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ആ അരിൻ്റെ വേവൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇടയ്ക്കും തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ മസാലയാക്കി ആവിക്ക് വേവിച്ച ചിക്കൻ ഉണ്ട്, അത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഓയിൽ ഞാൻ കുറച്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറും കൂടെ ചേർക്കുമ്പോൾ ആ ഒരു ചിക്കന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചൂടായതിന് ശേഷം ഇതാ ഇതിലേക്ക് ഞാൻ 2 പീസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അധികം ഇങ്ങോട്ട് കറുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനിടയിൽ എന്താ ഞാൻ 2 ചാർക്കോൾ ഒന്ന് കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയിട്ടൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ചോറിൻ്റെ നടുവിലായിട്ട് ഞാനൊരു ബൗൾ വെച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ നമ്മൾ പൊരിച്ച് മാറ്റിയിട്ടുള്ള ചിക്കൻ പീസസ് ഇതിന് ചുറ്റും വെച്ചെടുത്തിട്ട് ഒരു പകുതി നാരങ്ങ ഞാൻ ഇതിലേക്കൊന്ന് പിഴിയുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു ബോളിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചാർക്കോള്, അത് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ അടച്ചിട്ട് ഇതാ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കുക. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് അതിനെ ഈ ബൗളൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഓയിലിൽ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ സാധാരണ അരി തിളപ്പിച്ച് ഊറ്റിയിട്ട് ഇങ്ങനെ ദമ്മാക്കി വെക്കലായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ കളറും ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ ആവിക്ക് ചിക്കൻ വേവിച്ച് ഫ്രൈ ആക്കി മന്തിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ.